ക്രൂശിത രക്ഷക വിമോചന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കർത്താവിൻ്റെ ക്രൂശിതൻ്റെ പിന്നാലെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കൊരറിവുണ്ടാകണം. ഞാൻ ഇന്നലെ പറഞ്ഞു യേശുവിനുണ്ടായിരുന്ന ഒരറിവ്, അതേക്കുറിച്ചാണ് ഇന്നലെ അച്ഛൻ സംസാരിച്ചത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം ഈശോയ്ക്ക് ഉണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിവാണ്. ഈ അറിവാണ് യഥാർത്ഥത്തിൽ ഓരോ ക്രിസ്ത്യാനിയും ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട അറിവ്. ബാക്കി ഒന്നുമില്ലേലും, ബാക്കി ഒരറിവ് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയില്ലേലും ഈ അറിവ് നമുക്കുണ്ടാകണം. യോഹന്നാന്റെ സുവിശേഷം 16:32 മുതലുള്ള വചനങ്ങളിൽ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ച് കേട്ടോ. വളരെ സിമ്പിളാണ്, നമുക്കറിയാവുന്ന വിഷയം തന്നെയാണ്, അതിലധികമായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ ഈ ഒരു അറിവ് ജീവിതത്തിൽ അനുഭവമായിട്ട് മാറിയാൽ പിന്നെ നമ്മുടെ കർത്താവിൻ്റെ പിന്നാലെയുള്ള യാത്രയ്ക്ക് അർത്ഥമുണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതയാത്രകൾക്ക് ഓരോ നിമിഷത്തിന് അതിന് അർത്ഥം കണ്ടെത്താൻ പറ്റും. ഇവിടെ വചനം ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: എന്നാൽ അപ്പസ്തോലന്മാരോട് ഈശോ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരും താങ്കളുടെ വഴിക്ക് ചിതറിക്കപ്പെടും, എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. ഇനി ആ അനുഭവത്തിൽ നിൽക്കുമ്പോൾ ഈശോ പറയുന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈശോയ്ക്കുണ്ടായിരുന്ന ഏറ്റവും അടിസ്ഥാനപരമായ അറിവാണ് ഇവിടെ പറയുന്നത്. എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. കൂട്ടിച്ചേർക്കുന്നു, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്നൊരു വാക്യമാണ്. ഒത്തിരി പ്രാധാന്യം ഇന്നലകളിൽ കൊടുത്തിട്ടില്ലാത്തൊരു വാക്യമായിരിക്കാം. പക്ഷേ ഏറ്റവും ശക്തമായതും ആഴമേറിയതുമായ ദൈവത്തിൻ്റെ വചനമാണ്. ഈശോ പറയാണ്, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. യേശുവിൻ്റെ 33 വർഷത്തെ ജീവിതത്തിലുടനീളം യേശു പുലർത്തിയ അടിസ്ഥാന മനോഭാവം എന്താണ്, അറിവെന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ ഇതാണ്: തൻ്റെ അപ്പൻ തൻ്റെ കൂടെയുണ്ട്. മക്കളെ, നമ്മുടെ ക്രൂശിതൻ്റെ പിന്നാലെയുള്ള ഈ യാത്രയിൽ ഈ അറിവാണ് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മളെ നയിക്കേണ്ടതും, നിരന്തരം നമ്മളെ കൈപിടിക്കേണ്ടതും, നിരന്തരം നമ്മളെ മുന്നോട്ട് കൈപിടിച്ച് നടത്തേണ്ടതും. കുഞ്ഞെ, നിന്റെ കൂടെ കർത്താവ് ഉണ്ടെന്ന്, നിന്റെ കൂടെ ഈശോ ഉണ്ടെന്ന്, നീ ഏകനല്ല. നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു അനുഭവം എന്താണെന്നറിയോ? ഏറ്റവും വലിയ നമ്മളെ ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന അനുഭവം എന്താണെന്ന് പറയുക? ഏകാന്തതയുടെ അനുഭവം, ഒരൊറ്റപ്പെടലിൻ്റെ അനുഭവം. ഭയങ്കര, ചിലർക്കൊക്കെ അതൊരു ഭീതിജനകമാണ്, ഭയപ്പെടുത്തുന്ന അനുഭവം കൂടിയാണ്. അതിന് ഒറ്റയ്ക്കായി, അയ്യോ അച്ഛാ എനിക്ക് ഭയങ്കര പേടി, ഞാൻ ഒറ്റയ്ക്കായിപ്പോയല്ലോ. അപ്പോൾ ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളെ ഭരിക്കാൻ സാധ്യതയുള്ള ഒരവസ്ഥയാണ്, ഒരു മനോഭാവമാണ്, ഒരു ചിന്തയാണ്, ഒരു ദൈവീകമല്ലാത്ത, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയില്ലാത്ത, സ്വർഗം സമ്മാനിക്കാത്ത, ക്രൂശിതൻ്റെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റെടുക്കാൻ പാടില്ലാത്ത ഒരു മനോഭാവമാണ് നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മൾ ഏകനാണ്, നമ്മുടെ കൂടെ ആരുമില്ല എന്നുള്ള ചിന്ത. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ മക്കളെ, പിശാചിൻ്റെ ഏറ്റവും വലിയ കെണി എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഒറ്റ വാക്കി പറയും: യേശുവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം, കൂടെ നിൽക്കുന്ന സാന്നിധ്യം, കൂടെ നടക്കുന്ന സാന്നിധ്യം, ചേർത്തുപിടിക്കുന്ന സാന്നിധ്യം, മരണത്തോളം നിന്റെ കൂടെ നിൽക്കുന്ന ഒരു സാന്നിധ്യത്തെ ബോധപൂർവം അടച്ചു പിടിക്കുക, മറച്ചു പിടിക്കുക, വിസ്മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിന്റെ ജീവിതത്തെ എത്തിക്കുന്നതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ വഞ്ചനയും ചതിയും. ജീവിതത്തിൻ്റെ ഏത് ഏകാന്തതയുടെ അനുഭവങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് വേണ്ട ബലം, നമുക്ക് കിട്ടുന്ന ബലം എന്നാണെന്നറിയാം, നമ്മുടെ കിട്ടുന്ന ധൈര്യം എന്നാണെന്നറിയാമോ? എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ധൈര്യം മാത്രമാണ് ജീവിതത്തിൻ്റെ ഏകാന്തതയുടെ അനുഭവങ്ങളെ മറികടക്കാൻ നമുക്ക് പറ്റുക. ജീവിതത്തിൽ അനേകർ പങ്കുവെച്ചിട്ടുള്ളൊരു വിഷയം, അച്ഛാ എന്തോരം ഞങ്ങൾ കടന്നു പോകുന്ന സഹനം എന്നൊക്കെ പറഞ്ഞാൽ പുറത്തു പോലും പറയാൻ പറ്റില്ല അച്ഛാ. അതുപോലുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ അച്ഛൻ ഇപ്പം നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒറ്റ കാര്യമാണ്, ഈശോ കൂടെയുണ്ട് അച്ഛാ. ഒറ്റ ബലത്തിലാണ് പോകുന്നത്, വേറൊന്നുമില്ല. നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. യേശുവിനുണ്ടായിരുന്ന ഈ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയാലേ അത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഏറ്റുപറയാൻ തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയായി മാറുന്നത്. ക്രൂശിതൻ്റെ പിന്നാലെ യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്നവരായി ഞാനും നിങ്ങളും മാറുന്നത്. അല്ലാത്തതൊന്നും നമ്മൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയും, അച്ഛാ എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രാർത്ഥനയുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ മുട്ടുകുത്തുന്നുണ്ട്, കർണക്കൊന്ത് ചൊല്ലുന്നുണ്ട്, കുരിശിൻ്റെ വഴി ചൊല്ലുന്നുണ്ട്, എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, എല്ലാ കൺവെൻഷനുകളും എല്ലാം ഉണ്ട്. എന്നിട്ട് നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് അതുപോലൊരു തിക്താനുഭവത്തിൻ്റെ നടുവ് നിൽക്കുമ്പോൾ നിന്നെ ആ സമയത്ത് നിയന്ത്രിച്ച കരുത്തെന്താ?
നാളെ ഒരു ഹോംവർക്ക് പോലെ അച്ഛൻ തരികയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, കണ്ണാടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ണാടി നോക്കുന്നവരാണ്. ചിലരൊക്കെ നോമ്പ് കാലത്ത് കണ്ണാടി നോക്കുന്നത് പോലും വേണ്ടെന്ന് വെച്ചിട്ടവരുണ്ട്. പോട്ടെ, ഇനിയെങ്കിലും കണ്ണാടിയുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട കാര്യം ഉണ്ടായെന്നറിയാം. കണ്ണാടിയിൽ നോക്കിയിട്ട്, മോളെ, ആരോടെ പറയുന്നത്? നിന്നോട് തന്നെ പറയുന്നത്, മോനെ നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഈശോയുണ്ട്. മോനെ നീ ഒറ്റയ്ക്കല്ല, മോനെ നിന്റെ കൂടെ ഈശോയുണ്ട്. ഇത് തരുന്നൊരു ധൈര്യം ഉണ്ടല്ലോ, ഇത് നമ്മുടെ മനസ്സിന് തരുന്ന, ജീവിതത്തിന് തരുന്ന ഒരു കരുത്തുണ്ടല്ലോ, ഇത് ലോകത്തിന് തരാൻ പറ്റുന്ന കരുത്തല്ല, ലോകത്തിന് തരാൻ പറ്റുന്ന ഒരു സമാധാനം അല്ലെന്നേ. നമ്മളൊക്കെ ഗത്സമൻ അനുഭവം വരുമ്പോൾ ദൈവം പോലും കൈവിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം അങ്ങോട്ട് അവസാനിപ്പിച്ചു, പ്രാർത്ഥനയെ നിർത്തി, വിശ്വാസവും നിർത്തി. ഇനി പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ഇനി എന്തിനാ ദൈവത്തെ വിളിക്കുന്നത്, ഇത്രയും വിളിച്ചിട്ട് കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ, ഇനി ഞാൻ ദൈവത്തെ വിളിക്കുന്നില്ല, പള്ളിയിലും പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, സകല കലാപരിപാടികൾ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ നിന്നും അവിശ്വാസത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈശോ ഈ അനുഭവത്തിലും യേശുവിനുണ്ടായിരുന്ന ഒരു അറിവുണ്ട്, എൻ്റെ അപ്പൻ എന്നെ കൈവിട്ടിട്ട് പോകില്ല. നമ്മൾ ദീപികാരൻ ഈശോയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സമയമാണ്. ഏതാനും നിമിഷം നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ മക്കളെ, ഈ അൾത്താരയിലല്ല ഈശോ എഴുന്നള്ളി വരുന്നത്, നിന്റെ ജീവിതത്തിലേക്കാണ്. നിന്റെ ചാര ഇങ്ങനെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ഒരു അനുഭവം എടുത്തിട്ടേ ഈ നിമിഷങ്ങളിൽ ദൈവത്തെ ആരാധിക്കാവൂ. നിന്റെ രോഗക്കിടക്കയിലാണെങ്കിൽ ആ കിടക്കയുടെ അരികിൽ ഈശോ ഉണ്ട്. നിന്റെ കടബാധ്യതയുടെ നടുവിലാണെങ്കിൽ അതിനരികെ ഈശോയുണ്ട്. നിന്റെ ജീവിതം തകർന്ന് കിടക്കുവാണോ, ആ ജീവിത തകർച്ചയുടെ അരികിൽ ഈശോയുണ്ട്. ഒറ്റപ്പെട്ടോ, വേദനിച്ചോ, സങ്കടപ്പെട്ടോ, എല്ലാറ്റിൻ്റെയും അരികിൽ ഈശോയുണ്ട്. അനുഭവമാണ് മക്കളെ ഈ ആരാധന നിമിഷങ്ങളിൽ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത്. കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ഈ ദിവ്യകാരണത്തിലേക്ക് നോക്കാം. നിന്നെ കാണുന്ന കർത്താവ് ഈ അൾത്താരയിലുണ്ട്. കർത്താവേ, നീ മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷ. സങ്കീർത്തകനോട് ചേർന്ന് ഈശോയെ ഞങ്ങളും പറയുന്നു, ഇതാ ഞങ്ങൾ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു, എന്നെ നീ രക്ഷിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. ഇതാകട്ടെ നമ്മുടെയും പ്രാർത്ഥന. തമ്പുരാനെ, നിഷ്കളങ്കതയോടെ ജീവിക്കാൻ നീ എന്നെ അനുവദിക്കാൻ പറ. ഏതെല്ലാം കാര്യങ്ങളാണ് മക്കളെ നിങ്ങൾ അലട്ടുന്നത്, ഇതെല്ലാം ഈശോയോട് പറഞ്ഞേ. നിങ്ങൾ അമിതമായി ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളൊക്കെ ഈശോയ്ക്ക് കൊടുത്തേ. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്ന മകനോ മകളോ ആണോ നീ? വചനം പറഞ്ഞ നമ്മൾ കേട്ടതല്ലേ, നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാളും ഭേദം. നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാതെ നീ വിഷമിക്കുന്നുണ്ടോ? നീ നിന്റെ നിഷ്കളങ്കതയിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ? നിന്റെ സ്വകാര്യ ദുഃഖം ആരോടും പറയാനും പങ്കുവയ്ക്കാനും പറ്റാതെ സങ്കടപ്പെടുന്നുണ്ടോ മോളെ, മോനെ? നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകള് അസ്തമിച്ചു പോയതിന്റെ സങ്കടം നിന്റെ മനസ്സിലുണ്ടോ? നിന്റെ സ്വപ്നങ്ങൾ താറുമാറായി പോയതിന്റെ ഭാരം നിന്റെ ഉള്ളിലുണ്ടോ? നിന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിപ്പോയല്ലോ. നിന്റെ ജീവിതത്തെക്കുറിച്ച്, നിന്റെ ഭാവിയെക്കുറിച്ച്, നിന്റെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള സകല സ്വപ്നങ്ങളും താറുമാറായതിന്റെ ഭാരം നിന്റെ ഉള്ളിലുണ്ടോ? എന്താ മോളെ നിന്നെ അലട്ടുന്നേ? മോനെ, നിന്നെ എന്താ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ മകനെ കുറിച്ചുള്ള ചിന്തയാണോ? മകളെ കുറിച്ചുള്ള ആകുലതയാണോ? അതോ ജോലിയില്ലാത്തതിന്റെ ഭാരമാണോ? വിവാഹം നടക്കാത്തതിന്റെ സങ്കടമാണോ നിന്റെ ഉള്ളിൽ? ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം പരാജയപ്പെട്ടു പോയതിന്റെ മനോവേദന നിന്റെ ഉള്ളിലുണ്ടോ? എന്താ നിന്റെ ആകുലതയുടെ വിഷയം? എന്താ നിന്റെ സങ്കടത്തിന്റെ കാരണം? എന്താ നിന്നെ ഈ നിമിഷം ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഈശോയ്ക്കൊടുത്തേ. ഈശോയോട് പറഞ്ഞേ, നിന്റെ കുടുംബത്തിൽ സമാധാനമില്ലേ? സന്തോഷമില്ലേ? സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ട് നാളുകളായോ? പ്രാർത്ഥനയില്ലാത്ത കുടുംബമായി നിന്റെ കുടുംബം മാറിയോ? ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് വർഷങ്ങളായില്ലേ? പ്രാർത്ഥിക്കേ. ദൈവമേ, ഈശോയെ, നിന്റെ സാന്നിധ്യം, നിന്റെ കരുണ, നിന്റെ കൃപ ഇതൊക്കെ ഞങ്ങളുടെ മേൽ വർഷിക്കാൻ പറ. ദൈവമേ, ഹൃദയം തുറന്ന് നിരന്തരം നിന്നെ വിളിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. നിരന്തരം ഈശോയെ നിന്നോട് ഒട്ടിച്ചേർന്നിരിക്കാനുള്ള കൃപ തരാൻ പറ. ഞങ്ങളുടെ സഹവാസങ്ങളൊക്കെ വിശുദ്ധമാകട്ടെ.
നിന്റെ സ്നേഹത്താൽ ഇനിയും വിശുദ്ധീകരിക്കപ്പെടേണ്ട വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അವೆല്ലാം വിശുദ്ധീകരിക്കാൻ പറ. തുറന്ന കരങ്ങളോട് ദൈവസന്നിധിയിലേക്ക് നിങ്ങളുടെ ഹൃദയവും മനസ്സും കണ്ണുകളെല്ലാം തുറന്നു വെച്ച് ഈശോയേന്ന് വിളിച്ചേ, ഈശോയേന്ന് വിളിച്ചേ, ഈശോയേന്ന് വിളിച്ചേ, ഈശോയേന്ന് വിളിച്ചേ. എന്റെ ഈശോയെ വിളിക്ക് മക്കളെ, ഈശോയേന്ന് വിളിക്ക്, ഈശോയേന്ന് വിളിക്ക്. ഈ ലോകത്തിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട സ്വർഗം തന്ന ഒരേ ഒരു നാമമാണ് നീ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിന്റെ രക്ഷയുടെ നാമമാണ്. സകല മുട്ടും മടങ്ങുന്ന നാമം, സകല വൈശാചിക ശക്തികളും അഴിയുന്ന നാമം, യേശു എന്ന നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, 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 ഈശോയേ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. ദിവികാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഈ നിമിഷങ്ങളിൽ ഈ ദിവസത്തെ ഓർത്ത് ഹൃദയം കൊണ്ട് തമ്പുരാന് നന്ദി പറയാം. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യ